നമ്മുടെ അർജുൻ ദാസ് മെയിൻ ലീഡിൽ വന്നിട്ടുള്ള കോൺസിറ്റി ആ സിനിമ കണ്ടു. ഒരു ഹീസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്കാം ത്രില്ലർ ആ ടൈപ്പിൽ പോകുന്നൊരു സിനിമയാണ്. നമ്മുടെ അർജുൻ ദാസ് ഉണ്ട്, യോഗി ബാബു ഉണ്ട്, അന്നാബൻ, അങ്ങനെ കുറച്ച് കാസ്റ്റിംഗ് ഒക്കെ സിനിമയ്ക്കകത്തുണ്ട്. ഒരു എന്താ പറയുക, ഒരു ബോറില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു തുടക്കം തൊട്ട് അവസാനം വരെ ആ ഒരു ത്രില്ലിംഗ് മൂഡ് പിടിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ കാര്യങ്ങൾ എന്താ പറയുക, അതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ലോജിക്കലി മിസ്റ്റേക്കുള്ള കുറേ സംഭവങ്ങൾ ആ സിനിമയ്ക്കകത്തുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, സ്കാമൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ലോജിക്കലി പറ്റുമോ എന്നുള്ളൊരു ചോദ്യം നമ്മളെ ഉള്ളിൽ വരും സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. കാരണം അങ്ങനെയാണ് ആ സിനിമയിലെ ഒരു പരിപാടിയൊക്കെ പോകുന്നത്. കുറേ ഒത്തിരി വീക്കായിട്ടുള്ള സ്ക്രിപ്റ്റാണ്, പക്ഷേ നമ്മളെ പിടിച്ചിരുത്തുന്ന കുറേ ഫാക്ടേഴ്സ് സിനിമയ്ക്കകത്തുണ്ട്. തുടക്കത്തിൽ ആ ഒരു BGM പരിപാടിയും ഒക്കെ കൊള്ളായിരുന്നു. BGM പരിപാടിയാണെങ്കിലും ആ ഒരു എന്താ പറയുക, ഒരു സ്കാം കാണിക്കുന്നതും, പിന്നെ സെക്കൻഡ് ഹാഫിൽ പിന്നെയും കുറച്ച് സ്കാമും പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല രസമായിട്ട് നമുക്ക് ത്രില്ലിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും. പിന്നെ അത്യാവശ്യം കോമഡിയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ലോജിക്കൊക്കെ എടുത്ത് മാറ്റി അങ്ങ് പൂട്ടി അങ്ങ് ഒരു അലമാരക്കകത്ത് വെച്ചിട്ട് വേണം സിനിമയിരുന്ന് കാണാൻ വേണ്ടി. ആ രീതിക്കുള്ളൊരു സ്ക്രിപ്റ്റാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു എൻഗേജിങ് ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ എൻഗേജ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ്. പിന്നെ കാസ്റ്റിംഗ് കാര്യങ്ങൾ അവരൊരു പോർഷൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് കുറേ കൂടെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് സിനിമ പോയിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിനെക്കാളും എനിക്ക് ഫസ്റ്റ് ഹാഫ് കുറേ കൂടെ ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് സസ്പെൻസ് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്വിസ്റ്റും കാര്യങ്ങളൊന്നും അത്ര അങ്ങോട്ട് എന്താ പറയുക വർക്കാവുന്നില്ല. പിന്നെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ലക്കി ഭാസ്കർ സിനിമയുടെ ഒരു അഡാപ്റ്റേഷൻ പോലെ ഉണ്ട്. കണ്ടിട്ട് ആ സിനിമ കണ്ട് അഡാപ്റ്റ് ചെയ്ത് സിനിമയുടെ കഥ എഴുതിയ പോലെ ഉണ്ട്. അതിൻ്റെ വേറൊരു ടൈപ്പിൽ അവർ സിനിമ ചെയ്തിട്ടുള്ളത്. ആ ഒരു രീതിക്കാണ് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. കറക്റ്റ് ആ ഒരു സിനിമയുടെ ആ ഒരു അർജുൻ ദാസിൻ്റെ പോർഷൻസ് കാര്യങ്ങൾ കാണുമ്പോൾ കറക്റ്റ് ആ ഒരു ലക്കി ഭാസ്കർ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഓർമ്മ വരും. നമുക്ക് DQൻ്റെ ആ ഒരു പോർഷൻസ് കാര്യങ്ങളൊക്കെ ഓർമ്മ വരും പെട്ടെന്ന്. ആ രീതിക്കാണ് ആ സ്കാം പരിപാടിയൊക്കെ പോകുന്നത്. പക്ഷേ കണ്ടിരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. തുടക്കം തൊട്ടും അവസാനം വരെ ആ ഒരു ഇൻട്രസ്റ്റ് കറക്റ്റായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. ഇൻട്രോഡ് ബ്ലോക്ക് കൊണ്ട് നിർത്തുന്നതാണെങ്കിലും കുറച്ച് ഒരു ത്രില്ലിംഗ് ആയിട്ടാണ് കൊണ്ടുനിർത്തുന്നത്. സെക്കൻഡ് ഹാഫും ഒരു രീതിക്ക് ഒരു ഫ്ലോയിൽ പോകുന്നുണ്ട്. പക്ഷേ എടുത്തു പറയാൻ വലിയ സംഭവമായിട്ടൊന്നും പറയാനൊന്നും സിനിമയ്ക്കത്തില്ല. അല്ലാതെ അടിപൊളിയാണ്, വമ്പനാണ്, സൂപ്പറാണ് അങ്ങനെയൊന്നും പറയാൻ സംഭവമൊന്നുമില്ല. കുഴപ്പമില്ലാതെ ഒന്ന് കണ്ടിരിക്കാൻ പറ്റിയ, ഒരു ബോറടി ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവിയായിട്ടാണ് ഫീൽ ചെയ്തത്. അല്ലെങ്കിൽ ഹീസ്റ്റ് ത്രില്ലർ അല്ലെങ്കിൽ സ്കാം പരിപാടി അങ്ങനെയൊക്കെയുള്ള സിനിമകൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സിനിമ ഒന്ന് കണ്ടു നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വർക്കാവും സിനിമ. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ വർക്കായി. ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ ആൾ ഭയങ്കര കുറവായിരുന്നു. എനിക്ക് ടിക്കറ്റ് ആദ്യം ഷോ ഇടൂലെന്നാണ് പറഞ്ഞത്. കാരണം ഒരാളെന്തോ ബുക്കിംഗ് ആദ്യം ഇല്ലായിരുന്നു. ഞാൻ ആദ്യം മറ്റേ അനന്തൻകാട് സിനിമ കണ്ടതിന് ശേഷമാണ് കയറിയത്. അപ്പോൾ അനന്തൻകാട് സിനിമയ്ക്ക് കയറിയ സമയത്ത് ചോദിച്ചവൻ പറഞ്ഞാൽ ആരും ബുക്കിംഗ് ആയിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ബുക്കിംഗ് ആയിട്ടില്ല. അപ്പം ഞാൻ ഇറങ്ങിയിട്ട് ചോദിച്ചപ്പോൾ ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം 3-4 പേരൊക്കെ ആയാലേ ഇടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ 1-2 പേര്, ഒരു ഫാമിലിയും ഒക്കെ വന്നപ്പോൾ സിനിമ ഷോ ഇട്ടു. അങ്ങനെ ആളൊന്നും ഇല്ലായിരുന്നു. ഒരു 4 പേരുണ്ടായിരുന്നുള്ളൂ ഷോയ്ക്ക് ഞാൻ കയറിയ സമയത്ത്. ട്രിവാൻഡ്രം ആർട്ടക് മാളിലാണ് ഞാൻ പോയി കണ്ടത്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു ആളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്ന് അത്ര വലിയ സിനിമയും എനിക്കൊന്നും വലിയ ഇതൊന്നും നേടിയില്ലാന്ന് തോന്നുന്നു. മിക്കവാറും OTTയിലൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാതെ ക്ലിക്കാവാൻ ചാൻസ് ഉണ്ട് സിനിമ. തിയേറ്ററിൽ മസ്റ്റ് വാച്ച് പരിപാടിയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കണ്ടിരിക്കാൻ പറ്റിയ, ഒരു ബോറടി ഇല്ലാതെ അങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയായിട്ടാണ് ഫീൽ ചെയ്തത്. നിങ്ങൾ പറ്റുമെങ്കിൽ സിനിമ ഒന്ന് തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. അങ്ങനത്തെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ബോറില്ലാതെ ഒരു തമിഴ് പടം, ഒരു തമിഴ് ഒരു അതേ രീതിയിൽ ഒരു എന്താ പറയുക, ഒരു ഹീസ്റ്റ് ത്രില്ലർ ടൈപ്പ് സിനിമ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും തിയേറ്ററിൽ പോയി ഒന്ന് കണ്ടു നോക്കുക സിനിമ. ഓക്കെ, ബൈ.